പൊന്നമ്പലവാസൻ അയ്യപ്പന്റെ സന്നിധാനവും പൂങ്കാവനവും ആകെ ഒരുങ്ങിക്കഴിഞ്ഞു. മകര വിളക്ക്, മകര ജ്യോതി ദർശനത്തിനായി ഒപ്പം ലോകമെമ്പാടുമുള്ള ഭക്തകോടികൾ ആ ദിവ്യ ദർശനം, ആ പുണ്യദർശനത്തിനായുള്ള ഒരു കാത്തിരിപ്പ്, ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്. ഒരു വ്രതശുദ്ധി കാലത്തിൻ്റെതല്ല, അതിനപ്പുറത്തേക്ക് ഒരു വർഷം നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ് ഈ മകര വിളക്ക്, മകര ജ്യോതി ദർശനം എന്നത്. നമ്മൾ ഈ തീർത്ഥാടന കാലം എടുത്താൽ കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നപ്പോഴും വരുമാനത്തിലടക്കം ഭക്തർ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ഭക്തർ, 51 ലക്ഷത്തോളം ഭക്തർ തിങ്കളാഴ്ച വരെ ദർശനം നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അങ്ങനെ അയ്യപ്പന്റെ പ്രഭയെ, അയ്യപ്പന്റെ ചൈതന്യത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ഒരു ഇടിവും തട്ടാത്ത കാലം, ഒരു തീർത്ഥാടന കാലം കൂടിയാണ് കടന്നു പോകുന്നത്. കഴിയുന്നില്ല. ഇന്ന് മകര വിളക്ക് ഉത്സവത്തിന്റെ തുടക്കം കൂടിയാണ്. മകരവിളക്ക് ഉത്സവം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ആ ദീപാരാധനയോടുകൂടി സന്നിധാനത്തിന് ഉള്ള ദിവസങ്ങൾ മകരവിളക്ക് ഉത്സവത്തിൻ്റെതാണ്. ഏതായാലും ആ സന്നിധാനമാകെ പൊന്നമ്പലവും ചുറ്റുമെല്ലാം അലങ്കരിച്ചിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ചടങ്ങ് ശ്രീകോവിലിൽ നിന്നുള്ള അനുവാദം വാങ്ങിക്കൊണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്ര, അല്ലെങ്കിൽ തിരുവാഭരണ പേടക വാഹക സംഘത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. ആ യാത്ര അയക്കുന്നത് തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ്. അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ഭാരവാഹികൾ, ഒപ്പം സർക്കാർ പ്രതിനിധി, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ, ഒപ്പം വിവിധ സേനകളുടെ പ്രതിനിധികളെ ഒക്കെ ചേർത്തുകൊണ്ടൊരു സംഘമാണ് ഈ സ്വീകരണത്തിനായി പോവുക. പിന്നീടാണ് ആചാരപരമായ വരവേൽപ്പ്. ശരംകുത്തിയിൽ നിങ്ങോട്ടേക്കുള്ള ആ ആചാരപരമായ വരവേൽപ്പ് ഉൾപ്പെടെ ഒരു ദൃശ്യഭംഗിയുള്ള, അതിനപ്പുറത്തേക്ക് ഭക്തിസാന്ദ്രമായ മുഹൂർത്തങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ ഭക്തലക്ഷങ്ങൾ, അവിടെ 10,000-കണക്കിന് ഭക്തർ ഇപ്പോൾ സന്നിധാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പർണശാലകൾ, ടെൻറ്റുകൾ കെട്ടി അവിടെ കാത്തിരിക്കുകയാണ്. അവർ പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഈ മകരവിളക്ക്, മണ്ഡലകാലത്തിന് ശേഷമുള്ള മകരവിളക്ക് കാലത്ത് ഏറ്റവും കൂടുതൽ സന്നിധാനത്തേക്ക് എത്തുക. അവർ ഈ മകരവിളക്ക്, മകരജ്യോതി ദർശനത്തിന് ശേഷം മടങ്ങുക, ആ ദർശന പുണ്യവുമായി മടങ്ങുക എന്നത് ഒരുപക്ഷെ കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ് ഈ തിരക്ക് ഏറ്റവും കൂടുതൽ എത്തുക. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന പൊന്നമ്പലം ഉൾപ്പെടെ ശബരിമല സൂചിപ്പിച്ചു. 18 പടികൾ എന്ന് പറയുമ്പോൾ 18 മലകളുടെ അധിപൻ കൂടിയാണ് അയ്യപ്പൻ. ആ 18 മലകൾ പറഞ്ഞാൽ പൊന്നമ്പല മേടുൾപ്പെടെ ഗൗഡർമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, കൽക്കിമല, മാതങ്കമല, അങ്ങനെ തുടങ്ങി കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, പിന്നെ ശബരിമല, അങ്ങനെ 18 മലകളുടെ അധിപനാണ് അയ്യപ്പൻ. ആ മലയും ഭൂതഗണങ്ങളും ഏറെ ആചാര പ്രാധാന്യമുള്ളതാണ്. അയ്യപ്പന്റെ നായാട്ടുവിളിയിലടക്കം ഈ ഭൂതഗണങ്ങൾക്ക് വലിയ സാന്നിധ്യമുള്ളതുകൊണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.